സുർജിത്ത്, വയനാട് മലയോര ജില്ലയാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ കരുതൽ ആവശ്യമായ സമയമാണ് കാലവർഷം ശക്തിപ്പെടുമ്പോൾ. പക്ഷേ ഓറഞ്ച് അലേർട്ടാണ് വയനാട്ടിലുള്ളത് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത അതിശക്തമായ മഴ എന്നതാണ് പ്രവചനം. എന്താണ് വയനാട്ടിലെ നിലവിലെ സാഹചര്യം? പ്രത്യേകിച്ച് വയനാടിന്റെ മലയോര മേഖലകളിൽ കഴിയുന്ന ആളുകളെ സംബന്ധിച്ച് കൂടുതൽ ജാഗ്രതയും കരുതലും ആവശ്യമാണല്ലോ. സുരക്ഷാ മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ടോ? നിലവിൽ വയനാടിന്റെ സ്ഥിതി എന്താണ്? ജി.കെ, നേരത്തെ മഴയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒരു തരത്തിലുള്ള മഴയും ഇല്ല എന്ന് തന്നെ വേണം പറയാം. മഴ പൂർണ്ണമായും വയനാട്ടിൽ നിന്ന് ഇപ്പോൾ പിൻവാങ്ങിയ ഒരു അവസ്ഥയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാണാൻ കഴിയുന്നത്. നേരത്തെ മഴയുണ്ടായിരുന്നു, ഒറ്റപ്പെട്ട ഇടവിട്ട സമയങ്ങളിൽ ശക്തമായ മഴയായിരുന്നു വയനാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ സാഹചര്യം മാറിയിട്ടുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് പിൻവാങ്ങുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ വെള്ളക്കെട്ട് ഒഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തകർത്തു പെയ്ത മഴയാണ് ഉണ്ടായത്. വലിയ രീതിയിലുള്ള കൃഷിനാശം, 240-ലേറെ ഹെക്ടർ കൃഷി നാശം തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും ദുരിതപൂർണമായത് വാഴ കർഷകരുടെ കാര്യമാണ്. നെൽകൃഷിക്കും കാര്യമായ നാശം സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം 13 വീടുകളാണ് ഭാഗികമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി തകർന്നത്. അതോടൊപ്പം തന്നെ നിരവധി പോസ്റ്റുകൾ, വൈദ്യുതി പോസ്റ്റുകൾ നിലംപൊത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. 60-ലേറെ മരങ്ങളും കടപുഴകി വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വയനാട്ടിൽ നേരത്തെ തന്നെ ഈ പ്രതിരോധവുമായി, മുണ്ടക്കൈ ചൂരൽമല ദുരന്ത പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധത്തിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയതാണ്. ഇന്നുണ്ടായിട്ടുള്ള ചെറിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ കുഞ്ഞോം എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് ഒരു നടപ്പാലമുണ്ട്, താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഒരു നടപ്പാലമാണ്. ആ പാലം ഒലിച്ചു പോകുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് അപ്പുറത്ത് നല്ല പാലങ്ങളുണ്ട്, പക്ഷേ അതിനിടയിലായി ഈ സാധനങ്ങളൊക്കെ, അവിടെ ഒരു നിർമ്മാണം നടക്കുന്ന ഒരു മേഖലയുണ്ട്, അവിടേക്ക് സാധനങ്ങളെല്ലാം തന്നെ എത്തിക്കുന്നതിന് ഭാഗമായുള്ള ഒരു ചെറിയ നടപ്പാലമായിരുന്നു, അത് ഒലിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ കാര്യമായ പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ ആയി സംഭവിച്ചിട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മഴ കുറഞ്ഞിരുന്നു, പക്ഷേ രാത്രി നന്നായി പെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ മഴ പൂർണ്ണമായും പിൻവാങ്ങുന്ന അനുഭവമാണ് വയനാട്ടിലെ സംബന്ധിച്ചുള്ളത്. ജി.കെ.